പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ജിപേ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ആദ്യം നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നീട് ATM കാർഡോ ആധാറോ വേണം. മുൻപ് ATM കാർഡ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആധാർ ഉപയോഗിച്ചും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ ആധാർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറും ആധാറുമായി ലിങ്ക്ഡ് ആയിരിക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ സിമ്മ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ മാത്രമേ നമുക്ക് ജിപേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോണിൽ തന്നെ ആ സിമ്മും ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണവശാൽ സിമ്മ് ഈ ഫോണിൽ നിന്നും ഊരി മാറ്റിയിട്ട് പിന്നീട് ആ സിം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ജിപേ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യണം. ATM കാർഡിനൊക്കെ പിൻ നമ്പർ ഉണ്ടല്ലോ, നമ്മളത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടാണല്ലോ ATM മെഷീനിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുപോലെ ഒരു പിൻ നമ്പർ ഇതിനും വേണം. ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ പിൻ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുവിധപ്പെട്ട എല്ലാ ബാങ്കുകൾക്കും 6 ഡിജിറ്റ് പിന്നാണ് ആവശ്യമായി വരുന്നത്. അപ്പോൾ നമ്മളൊരു 6 ഡിജിറ്റ് പിന്ന് തയ്യാറാക്കി വെക്കുക. ഈ പിൻ നമ്പർ രഹസ്യമായി സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറന്നു പോകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഗൂഗിൾ പേയുടെ ഐക്കൺ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സെർച്ച് എന്നെഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ സെർച്ച് ബാറിൽ ഗൂഗിൾ പേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ആകും. അത് കഴിഞ്ഞ് ഓപ്പൺ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസോ മെസ്സേജസോ സെൻഡ് ചെയ്യുവാനുള്ള പെർമിഷൻ ചോദിക്കും. അലോ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിൽ ആ സിം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്പർ ഓട്ടോമാറ്റിക്കായി ഫെച്ചായി വരും. അത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ വന്നുകൊള്ളും. ശേഷം കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൊരു OTP വരും. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, നമ്മുടെ പേര്, മെയിൽ ID, മൊബൈൽ നമ്പർ എല്ലാം വരും. ഇവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ പേയുടെ ഹോം വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാങ്കുകളുടെ ലിസ്റ്റ് വരും. താഴോട്ട് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ വേറെയും ബാങ്ക്സ് കാണാം. നമ്മുടെ ബാങ്ക് നെയിമിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ പെർമിഷനാണ് ചോദിക്കുന്നത്, ഫോൺ കോൾസിൻ്റെ പെർമിഷൻ. അലോ ക്ലിക്ക് ചെയ്യുക. അടുത്തത് SMS-ൻ്റെ പെർമിഷനാണ്, അതും അലോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നതാണ്. അതിന് കുറച്ച് ടൈം എടുക്കും. ഇവിടെ സെൻഡിങ് SMS എന്ന് എഴുതി കാണിക്കും. പിന്നീട് വെരിഫൈങ് നമ്പർ എന്ന് എഴുതി കാണിക്കും. അങ്ങനെ വെരിഫിക്കേഷൻ പൂർത്തിയായ ശേഷം ഇതുപോലെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മുടെ ബാങ്ക് നെയിം കാണിക്കും. ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് ആ ബാങ്കിൽ ഉള്ളുവെങ്കിൽ ആ ബാങ്ക് നെയിമിന് ശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് വരും. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് ആ ബാങ്കിൽ നമുക്കുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സിൻ്റെ എല്ലാം ലിസ്റ്റ് താഴോട്ട് കാണും. എല്ലാ അക്കൗണ്ട്സിൻ്റെയും ലാസ്റ്റ് 4 ഡിജിറ്റ്സ് കാണും. അതിൽ നിന്നും ഏത് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചാണോ നമുക്ക് ജിപേ ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ നമ്മുടെ UPI ID-യും വരും. പിന്നീട് സ്റ്റാർട്ട് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ATM കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായി ATM കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല ആധാർ കാർഡ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് താഴെ വരും, അത് ക്ലിക്ക് ചെയ്യുക. ആധാറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ്റെ ഒരു വിൻഡോ വരും. അവിടെയും കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ആധാറിൻ്റെ ആദ്യത്തെ 6 ഡിജിറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ വരുന്ന ചെറിയ ബോക്സ്, ആരോയുടെ ഒരു ചെറിയ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാങ്കിൽ നിന്നും ഒരു OTP വരും, അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡെബിറ്റ് കാർഡ്, അതായത് ATM കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിൻഡോ വരും. അത് കൊടുത്ത ശേഷം ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഓട്ടോ ഫെച്ച് ആയിക്കൊള്ളും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ക്രിയേറ്റ് പിൻ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക.
പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗൂഗിൾ പേയുടെ പിൻ, അതായത് UPI പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺഫർമേഷന് വേണ്ടിയിട്ട് UPI പിൻ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും. അതോടുകൂടി നമ്മുടെ GPay അക്കൗണ്ട് ഓപ്പൺ ആകും. GPayയുടെ ഹോം പേജ് ഇതേപോലാണ് കാണപ്പെടുന്നത്. വാട്സപ്പ്, സെറ്റിങ്സ് ഇതേപോലുള്ള ഐക്കൺ പോലെ നമ്മുടെ ഫോണിൽ GPayയുടെ ഈ ഐക്കണും വരും. പിന്നീട് ഓരോ തവണ GPay ഓപ്പൺ ചെയ്യാനായി നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ ഹോം പേജിൽ ആദ്യത്തെ ഓപ്ഷൻ സ്കാൻ എനി QR കോഡാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. കടകളിലും മറ്റും പർച്ചേസ് ചെയ്തിട്ട് ഇത്തരത്തിലാണ് QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആകും. സ്കാൻ ചെയ്ത ശേഷം ആ QR കോഡിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ എമൗണ്ട് ഓട്ടോമാറ്റിക്കായി വരും. അതല്ലെങ്കിൽ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് നമുക്ക് GPayയുമായി കണക്ട് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സ് ഒക്കെ താഴെ ലിസ്റ്റായി വരും. അതിൽ നിന്നും ഈ പെർട്ടിക്കുലർ പേയ്മെൻറ്റ് ചെയ്യാൻ ഏത് അക്കൗണ്ടിലെ എമൗണ്ട് ആണോ യൂസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ഒരു ബ്ലൂ ബോക്സിൽ പേ ചെയ്യുന്ന എമൗണ്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ GPay പിൻ നമ്പർ എൻ്റർ ചെയ്യുക. ഇങ്ങനെ പേയ്മെൻറ്റ് പൂർത്തിയാക്കാം. അടുത്തത് പേ എനിവൺ എന്ന ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറോ നെയിമോ UPI IDയോ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് വരും. അവിടെ നമ്മൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അടുത്തത് ബാങ്ക് ട്രാൻസ്ഫർ ആണ്. നമ്മൾ പണം കൊടുക്കുവാനുള്ള വ്യക്തി അയാളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട്, IFS കോഡ് തുടങ്ങിയവയെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ബോക്സസ് വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് എമൗണ്ടും UPI പിന്നും കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാം. ഇതുകൂടാതെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തന്നെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് GPayയുമായി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സ് തമ്മിലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അടുത്തത് മൊബൈൽ റീചാർജിൻ്റെ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്ലാൻസ് ഒക്കെ വരുന്നതായിരിക്കും. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്ലാൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് മൊബൈൽ റീചാർജ് ചെയ്യാം. ഇങ്ങനെ പേ ചെയ്യുന്നവരുടെ എല്ലാം ലിസ്റ്റ് താഴെ ഇങ്ങനെ വരും. അതുകൊണ്ട് ഒരു തവണ ഇത്തരത്തിൽ പേ ചെയ്ത ശേഷം പിന്നീട് താഴത്തെയുള്ള ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇവിടെ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ UPI ID കാണാം. ഇവിടെ മണി എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാം. പിന്നീട് അതിന് താഴോട്ട് ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സിൻ്റെ സെക്ഷനുണ്ട്. റിവാർഡ്സ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം, കാരണം അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതിന് താഴോട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാനുള്ള ഓപ്ഷൻ വരും. അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് കാണാം. പിന്നീട് സിബിൽ സ്കോർ അറിയുവാനുള്ള ഓപ്ഷനും ഉണ്ട്. അടുത്തത് ഇവിടെ U എന്നൊരു ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം. ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, പ്രൊഫൈൽ പിക്ചറൊക്കെ കാണാം. ഇവിടെ ഒരു QR കോഡ് കാണാം. ഇത് ക്ലിക്ക് ചെയ്താലും ഇവിടെ യുവർ QR കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താലും നമ്മുടെ QR കോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഷോപ്പുകളിലും മറ്റും കാണുന്നത് അവരുടെ QR കോഡാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ QR കോഡാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇതിൻ്റെ താഴോട്ട് ഇതിനകത്തെ സെറ്റിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ സെറ്റിങ്സ് സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. പിന്നീട് ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മലയാളമൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ QR കോഡിൻ്റെ ഐക്കണിലോ അല്ലെങ്കിൽ ഇവിടെയോ ക്ലിക്ക് ചെയ്ത് നമ്മുടെ QR കോഡ് എടുക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ QR കോഡ് കാണാം. ഇങ്ങനെ QR കോഡ് എടുത്ത് നമ്മുടെ മൊബൈലിൽ ഇട്ട ശേഷം QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ സെറ്റ് എമൗണ്ട് ക്ലിക്ക് ചെയ്താൽ എമൗണ്ട് എൻ്റർ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന ആളുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായി ആ എമൗണ്ട് വരും. അപ്പോൾ ആ ആൾക്ക് എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാതെ ആ എമൗണ്ട് ജസ്റ്റ് അങ്ങ് പേ ചെയ്താൽ മതി. നമ്മൾ ചിലപ്പോൾ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ എമൗണ്ടും ഓട്ടോമാറ്റിക്കായി ഫെച്ചായി വരുമല്ലോ. അത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. ഈ QR കോഡ് നമുക്ക് മറ്റാർക്കെങ്കിലും അയച്ചു കൊടുക്കുകയും ചെയ്യാം. അതിനായി ഷെയർ QR കോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്സപ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. അത് ലഭിക്കുന്ന ആളുടെ മൊബൈലിൽ വാട്സപ്പിൽ ഇതേപോലെ വരും. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് ആ ആൾ നമുക്ക് എമൗണ്ട് പേ ചെയ്യാനായി അവരുടെ മൊബൈലിൽ
സ്കാൻ QR കോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ നിന്നും അപ്ലോഡ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ ഫോട്ടോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ QR കോഡ് കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. പിന്നീട് ഇവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ആൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ്. ഇനി ഗൂഗിൾ പേ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രോഡ്സിനെ കുറിച്ച് ആദ്യം പറയാം. നമ്മളിപ്പോൾ QR കോഡ് സെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇതേപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ QR കോഡോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിക്വസ്റ്റിൻ്റെ ലിങ്കോ മറ്റോ അയച്ചു തന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താലോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരികയില്ല, പകരം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തതായി ചിലപ്പോൾ നമുക്കൊരു കോളോ SMS വാട്സപ്പ് മെസ്സേജോ ഒക്കെ വരും. ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഏതെങ്കിലും ഓഫീസിൽ നിന്നോ ആണെന്നോ മറ്റോ പറഞ്ഞ് ഒന്നുകിൽ നമ്മുടെ UPI പിന്ന് ആവശ്യപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ ഉടനെ ഒരു OTP വരും, അത് പറഞ്ഞു കൊടുക്കണം എന്നായിരിക്കും പറയുന്നത്. വളരെ എർജൻസിയോടുകൂടിയായിരിക്കും അത്തരത്തിലുള്ള മെസ്സേജസ് വരുന്നത്. അതായത് ഉടൻ തന്നെ അവർ പറയുന്ന കണക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകുമെന്നോ മറ്റോ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മളതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. OTP, UPI പിന്ന്, ബാങ്ക് ഡീറ്റെയിൽസ്, KYC ഇൻഫർമേഷൻ ഇതൊന്നും മറ്റാരോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളേ അല്ല. അത്തരത്തിലുള്ള മെസ്സേജസ് കഴിവുള്ളത് ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കോൾസൊക്കെ കൂടുതൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാതെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയുക. അടുത്തത് QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ചിലപ്പോൾ കടകളിലോ മറ്റ് ഇടങ്ങളിലോ ആയിരിക്കും നമ്മളിതുപോലെ സ്കാൻ ചെയ്ത് പേ ചെയ്യുന്നത്. പക്ഷേ അവിടെയും ഫ്രോഡ് സംഭവിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് ആ ഷോപ്പിൻ്റെ ജെന്യുവിനായിട്ടുള്ള QR കോഡ് അവിടെ നിന്നും ഇളക്കി മാറ്റിയിട്ട് മറ്റേതെങ്കിലും സ്കാമേഴ്സ് അവരുടെ QR കോഡ് ഷോപ്പിൻ്റെ ഉടമ പോലും അറിയാതെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ കസ്റ്റമേഴ്സിന് അത് അറിയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് QR കോഡ് അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നുകിൽ ആ കടയുടെ പേര് നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് ചെക്ക് ചെയ്ത ശേഷം പേ ചെയ്യുക. അങ്ങനെ പേര് നോക്കുമ്പോഴും ആ കടയുടെ പേരിൻ്റെ സ്പെല്ലിങ്ങും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ചിലപ്പോൾ ആ കടയുടെ ഓണറിൻ്റെ പേരിലായിരിക്കും GPay അക്കൗണ്ട്. അപ്പോൾ ആ ഓണറിൻ്റെ പേരായിരിക്കും നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചോദിക്കണം സ്കാൻ ചെയ്തിട്ട് ഇന്ന പേരല്ലേ എന്ന്. അങ്ങനെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാവൂ. അതുപോലെ എപ്പോഴും ഗൂഗിൾ പേ അക്കൗണ്ട് എടുക്കേണ്ടത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മുടെ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്പിൽ നിന്ന് തന്നെ ആയിരിക്കണം. മറ്റേതെങ്കിലും ലിങ്ക് വഴിയോ ഒക്കെയാണ് ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള സ്കാമേഴ്സിൻ്റെ ആപ്പായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അങ്ങനെ സ്കാമേഴ്സിൻ്റെ കയ്യിൽ എത്തുകയും ചെയ്യും. അവർക്കത് അവരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇക്കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് മറ്റൊന്ന്, സ്കാമേഴ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് GPay വഴി കുറച്ച് പണം അയക്കും. എന്നിട്ട് അവർ തന്നെ നമ്മളെ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ ഇൻഫോം ചെയ്യും, ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം വന്നിട്ടുണ്ട്, ഞങ്ങൾ മറ്റൊരു അക്കൗണ്ട് നമ്പർ തരാം, അതിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തേക്കൂ എന്ന് പറഞ്ഞിട്ട്. കേൾക്കുമ്പോൾ നമുക്കത് ഇന്നസെൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം തിരിച്ച് നമ്മൾ പണം അയക്കാനായിട്ട് അവർ തരുന്ന ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് പണം അയക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് അവരുടെ കയ്യിലാകാനും അവർക്കിഷ്ടമുള്ളതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓപ്പറേഷൻസ് അവർക്ക് നടത്താനുള്ള ലൂപ്പ് ഹോൾസ് അതിനകത്ത് കാണാനിടയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. പകരം ഉടൻ തന്നെ ബാങ്കിൽ വിവരം അറിയിക്കുക. അതുപോലെ നമുക്ക് എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രൈസസോ ജോബ് ഓപ്പർച്യൂണിറ്റീസോ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഒരു സപ്പോർട്ട് നമുക്ക് തരാനാണെന്ന് പറഞ്ഞിട്ടോ വിളിച്ച് നമ്മുടെ ഏതെങ്കിലും ഇതേപോലെയുള്ള സെൻസിറ്റീവ് ഡേറ്റ ആവശ്യപ്പെടുകയാണെങ്കിൽ UPI നമ്പറോ അങ്ങനെ എന്ത് കാര്യം ആവശ്യപ്പെടുകയാണെങ്കിലും നമുക്ക് ആ ടോക്ക് ജെന്യുവിനായിട്ട് പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ അത് കട്ട് ചെയ്തേക്കണം. അത്തരത്തിൽ SMS വാട്സപ്പ് മെസ്സേജോ വല്ലതും ആണെങ്കിൽ നമ്മളത് അപ്പോൾ തന്നെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക.
അതിൻ്റെ കൂടെ ലിങ്കോ മറ്റോ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ആ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഇനി ജിപേയിൽ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നമുക്ക് അറിയാനിട വന്നാൽ ഗൂഗിൾ പേയിൽ തന്നെ നമുക്കത് അറിയിക്കാനായിട്ട് സംവിധാനമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഈ വിൻഡോയിൽ ഗെറ്റ് ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ താഴേക്ക് വരുമ്പോൾ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിയെക്കുറിച്ച് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അത് യൂസ് ചെയ്യാനും സേഫായിട്ട് യൂസ് ചെയ്യുവാനുമുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.